കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംസ്ഥാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴയാണ് പെയ്തത്. പ്രത്യേകിച്ചും ഇടുക്കിയിൽ അത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്ക് കൂടി കാരണമായി. ആ ദൃശ്യങ്ങൾ തന്നെ സൂചിപ്പിക്കുക എന്തു വലിയ മഴ പെയ്തു, എത്ര വലിയ നാശമുണ്ടായി എന്ന്. കൂട്ടാർ, നെടുങ്കണ്ടം, കോതമംഗലം, കട്ടപ്പന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പലയിടത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി, റോഡുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണും മരം വീണുമൊക്കെ ഗതാഗത തടസ്സമുണ്ടായി. വാഹനം കൂട്ടാറിലാണ് ആ ട്രാവലർ വാഹനം ഒലിച്ച് പോകുന്നത്. അത് തൊട്ട് താഴെയുള്ള ജംഗ്ഷനിൽ പോയാണ് നിന്നത്. അങ്ങനെ പലയിടത്തും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ടായി. വീടുകളിലേക്ക് വെള്ളം കയറി. ആളുകളൊക്കെ കഷ്ടപ്പെട്ട് തടസ്സങ്ങളൊക്കെ നീക്കി വെള്ളം തിരിച്ചുവിടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂട്ടാർ, നെടുങ്കണ്ടം, കട്ടപ്പന, കോതമംഗലം എന്നീ സ്ഥലങ്ങളിലെ മഴക്കെടുതി ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. എന്തായാലും നീരൊഴുക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ ഡാം തുറന്നിട്ടുണ്ട്. സ്പിൽവേയിലെ 3 ഷട്ടറുകൾ 75 സെന്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത്. മണിക്കൂറിൽ 1078 ഘനയടി വെള്ളം ഇതിലൂടെ പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്തൊക്കെ അസാധാരണമായ മഴ ഇന്നലെ മണിക്കൂറുകളോളം പെയ്തതാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. നിതിൻ തോമസ് വിവരങ്ങൾ നൽകും. ജയിനുമൊക്കെ ഉണ്ട് നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ. ആദ്യം നിതിനിലേക്ക് പോകാം. നിതിൻ, ഇപ്പോഴും മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴ തുടരുന്നുണ്ടോ? ആ മേഖലയിലാകെ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? വല്ലാത്ത ഒരു ആളുകൾ കൂടുതൽ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം എന്തെങ്കിലും ഉണ്ടോ? ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു ദുരിതക്കാഴ്ച തന്നെയാണോ ഇപ്പോൾ ഈ നിമിഷവും ഉള്ളത്? നിതിൻ. ദിവീഷ്, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുണ്ടായിരുന്ന ഒരു മഴയാണ് ഇന്നലെ രാത്രിയിൽ ഇടുക്കി ജില്ലയുടെ മലയോര മേഖലകളിൽ ലഭിച്ചത്. ഒരിക്കലും നമ്മൾ ഇത്തരത്തിലൊരു ശക്തമായ ഒരു അസാധാരണമായ രീതിയിലുള്ള മഴ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇന്നലെ വൈകുന്നേരങ്ങളിലൊക്കെ തന്നെ മഴയുണ്ടായിരുന്നു. എന്നാലും ഇത്രയും ഒരു ദുരിതം വിതയ്ക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്തരത്തിൽ തന്നെയാണ് മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലും കനത്ത മഴ ലഭിച്ചത്. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമൊക്കെ 70,000 കനയടിക്ക് മുകളിൽ വെള്ളമാണ് മുല്ലപ്പെരിയാറിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ രാത്രി തന്നെ ഷട്ടറുകൾ തുറക്കുമെന്നുള്ള ഒരു അറിയിപ്പ് തമിഴ്നാട്ടിൽ നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. രാവിലെ 8 മണിയോടുകൂടി തുറക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് രാവിലെ ആയപ്പോഴത്തേക്കും ഈ മഴ ശമിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഒരുപക്ഷെ കണ്ടാൽ മനസ്സിലാവും, മഴ ശമിച്ചു നിൽക്കുകയാണ്, തെളിഞ്ഞ ഒരു കാലാവസ്ഥയിലേക്ക് മാറി. അതുകൊണ്ട് തന്നെ ഒരു 9 മണിയോടടുത്താണ് മുല്ലപ്പെരിയാറിൻ്റെ ഷട്ടറുകൾ തുറന്നത്. നേരത്തെ 13 ഷട്ടറുകളും തുറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും 3 ഷട്ടറുകൾ മാത്രമാണ് നിലവിൽ തുറന്നിട്ടുള്ളത്. 3 സ്പിൽവേ ഷട്ടറുകൾ 75 സെൻറ്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. 1063 കനയടി വെള്ളമാണ് പുറത്തേക്ക് നിലവിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ടിപ്പെരിയാർ വള്ളക്കടവ് പ്രദേശത്താണ്. ഈ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളമൊഴുക്കുമ്പോൾ ആദ്യം എത്തുന്ന ജനവാസ മേഖലയാണ്, വനത്തിനുള്ളിലൂടെയൊക്കെ തന്നെ ഒഴുകി ആദ്യം എത്തുന്ന ജനവാസ മേഖലയാണ് വള്ളക്കടവ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ഒരുപക്ഷെ ഈ ജനവാസ മേഖലയിലോട്ടൊക്കെ വെള്ളം കയറുന്നത് ഈ ഒരു പ്രദേശത്ത് നിന്നാണ്. പക്ഷേ ഡാം തുറന്ന് ഒരു മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെയും ഈ പ്രദേശത്ത് വെള്ളം ഉയർന്നു തുടങ്ങിയിട്ടില്ല. അത് ഒരുപക്ഷെ ഈ ഡാമിലേക്കുള്ള നീരൊഴുക്ക് കുറഞ്ഞതുകൊണ്ടായിരിക്കും. നിലവിൽ തമിഴ്നാട്ടിൽ നിന്നും അധികൃതർ അറിയിക്കുന്നത് വെച്ചിട്ട് ഇന്നലെ രാത്രിയിൽ 70,000 കനയടിക്ക് മുകളിലായിരുന്നെങ്കിൽ ഇപ്പോൾ 15,000 കനയടി വെള്ളത്തിന് മുകളിൽ മാത്രമാണ് ഈ ഡാമിലേക്ക് വള്ളക്കടവ് വണ്ടിപ്പെരിയാർ ഭാഗത്ത് മഴ ശമിച്ചിട്ടുണ്ട്. തെളിഞ്ഞ അന്തരീക്ഷം എന്നാണ് നിതിൻ പറയുന്നത്. പക്ഷെ ഇന്നലെ മണിക്കൂറുകളോളം പെയ്ത മഴയാണ് ഇത്രയും കുത്തൊഴുക്കി വെള്ളം വരാനുള്ള കാരണമായി മാറിയത്. ഇനി ഈ നെടുങ്കണ്ടം, തൂക്കുപാലം മേഖലകളിലൊക്കെ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളൊക്കെ, കാരണം അപ്രതീക്ഷിതമായിട്ടാണ് ഇത്രയും വലിയ